വയനാട്ടുകാരാണെങ്കിലും ഇനി വയനാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചരിത്ര വിസ്മയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സുൽത്താൻ ബത്തേരിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായി നിലകൊള്ളുന്ന പുരാതനമായ ഒരു ജൈനക്ഷേത്രം. കോഴിക്കോട് മൈസൂർ ദേശീയപാത NH 766ന്റെ അരികിലായി ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് തൊട്ടടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 വരെയാണ് സന്ദർശകർക്ക് പ്രവേശനം. എന്നാൽ ഞായറാഴ്ചകളിൽ രാവിലെ 10 മണിക്ക് ശേഷമേ പ്രവേശനമുണ്ടാകൂ. നഗരത്തിരക്കിന് നടുവിലാണെങ്കിലും ഇവിടത്തെ ശാന്തത നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ടൗണിലെ കോലാഹലങ്ങളില്ലാതെ അല്പനേരം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിന് വലിയൊരാശ്വാസം തോന്നും. തിരക്കുകൾക്കിടയിൽ സന്ദർശകർക്ക് ലഭിക്കുന്ന വലിയൊരു ആശ്വാസം കൂടിയാണ് ഈ നിശബ്ദത. നമ്മുടെ പൂർവികരുടെ ശില്പചാരുത വിളിച്ചോതുന്ന അത്ഭുതകരമായ ഒരു നിർമ്മിതിയാണിത്. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മെ ആദ്യം സ്വീകരിക്കുന്നത് കല്ലിൽ കൊത്തിയെടുത്ത മനോഹരമായ തൂണുകളാണ്. ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതെ പൂർണ്ണമായും കൈപ്പണിയിൽ തീർത്ത ഓരോ കൊത്തുപണികളും നമ്മെ വിസ്മയിപ്പിക്കും. ഇന്നത്തെ കാലത്ത് ഇത്തരമൊരു നിർമ്മിതി സാധ്യമാകുമോ എന്നുപോലും നാം സംശയിച്ചുപോകും. 13ാം നൂറ്റാണ്ടിൽ വിജയനഗര വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. ജൈന തീർത്ഥങ്കരനായ മഹാവീരന്റെയോ അനന്തനാഥന്റെയോ പ്രതിഷ്ഠയായിരുന്നു ഇവിടെയുണ്ടായിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ പിൽക്കാലത്തുണ്ടായ അധിനിവേശങ്ങൾ കാരണം ഇന്ന് ശ്രീകോവിലിനുള്ളിൽ വിഗ്രഹങ്ങൾ കാണാനില്ല. എങ്കിലും ഓരോ കൽത്തൂണിലും ജൈനവിശ്വാസത്തിന്റെ അടയാളങ്ങൾ ഇന്നും കൊത്തിവച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി എന്ന പേരിനോട് പോലും ഈ ക്ഷേത്രത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രം തന്റെ ആയുധപ്പുരയായി അഥവാ ബാറ്ററിയായി ഉപയോഗിച്ചു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് സുൽത്താൻ ബത്തേരി എന്ന പേര് ലഭിച്ചത്. കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പഴയ കിണറും ഈ ക്ഷേത്രത്തിന് താഴെയായി ഒരു നിഗൂഢമായ ഗുഹയും ഉണ്ടെന്നും പറയപ്പെടുന്നു. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഈ സംരക്ഷിത സ്മാരകം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇവിടത്തെ കാര്യങ്ങൾ വിവരിച്ചു തരാൻ ഗൈഡുകളുടെ സേവനവും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യമായ ഈ ഇടം ഇനി വയനാട് വരുമ്പോൾ സന്ദർശിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത്തരം കൂടുതൽ കാഴ്ചകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.